നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീടെന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ഇരുന്ന് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇത്തിരി മാത്രമേ ഉള്ളൂ, ഒരുപാട് ലെങ്തൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വാള മീനാണ്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് പേരാണ് ഈ ഒരു മീനിന് പറയുന്നതെന്നൊക്കെ കമൻ്റ് ഇടുക. പിന്നെ ഇന്ന് കത്തി ഉപയോഗിക്കാണ്ട് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് എങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ കുക്കിങ്ങിൻ്റെ വീഡിയോസും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. നേരത്തെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മീനിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു ചുണ്ണാമ്പ് പോലത്തെ ഇതുണ്ടല്ലോ, നമ്മൾ കത്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് ക്ലീൻ ചെയ്ത രീതിയിൽ നല്ലതുപോലെ അങ്ങ് കിട്ടത്തോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ചുണ്ണാമ്പ് പോലെ, നമ്മളിവിടെ ചുണ്ണാമ്പെന്നാണ് പറയുന്നത്, മറ്റുള്ള സ്ഥലത്തൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ എന്തെന്നാണ് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ലേ. അപ്പോൾ അതൊക്കെ എന്തായാലും കമൻ്റ് ഇടുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ഓരോ സ്ഥലത്ത് എന്ത് പേരൊക്കെയാണ് പറയുന്നതെന്നൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ അങ്ങനെ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തല പൊങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിടക്കുമായിരുന്നു. ഇപ്പോഴത്തെ പനി അറിയാമല്ലോ, പനി വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ശ്വാസം മുട്ടും ക്ഷീണവും ചുമയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലും പനിയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ചുണ്ണാമ്പ് നീക്കം ചെയ്യാൻ നോക്കിയാലും അത് മൊത്തത്തിൽ പോവത്ത അങ്ങനെ ഒന്നും ഇല്ല. എന്നാൽ ചോദിക്കും, പണ്ടൊക്കെ നമ്മൾ കത്തി വെച്ചിട്ടല്ലേ ഇതുപോലെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. കത്തി വെച്ചിട്ട് തന്നെയാണ് നമ്മളും ക്ലീൻ ചെയ്തൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ചുണ്ണാമ്പ് പോലുള്ളത് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ വൃത്തിയില്ലായ്മ നമുക്കങ്ങനെ തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കത്തി താണ്ട് ഇതുപോലെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സൈഡിലുള്ള ഇതൊന്നും കംപ്ലീറ്റ് പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്ക്രബ്ബറിൽ പറ്റിയിരിക്കുന്ന ഈ മീനിൻ്റെ ഈ വേസ്റ്റും അതൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, എങ്ങനെ നോക്കിയാലും അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ പാത്രം തേക്കുന്ന വിമ്മിൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് കഴുകി നല്ലതുപോലെ പതപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല, നല്ലതുപോലെ കഴുകി ഉണക്കി മാറ്റിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചുണ്ണാമ്പൊക്കെ ഉള്ള മീനാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുക. ഇന്നിപ്പോൾ മീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. അല്ലാതെ അയ്യത്ത് കളയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡിലുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ്, പിന്നെ ഇതിൻ്റെ ഈ ചുണ്ട് പോലത്തെ ഇതുണ്ടല്ലോ ചരിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പല്ല് പോലത്തെ ഇതുണ്ട്. അത് കാലിലൊന്നും കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കത്തിപ്പോകും കേട്ടോ. അയ്യത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കാലിലൊക്കെ കൊണ്ട് കയറും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പല്ല് കൊണ്ട് കഴിഞ്ഞ് കാല് പഴുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാള മീനിൻ്റെ പല്ല് കൊണ്ട് കഴിഞ്ഞ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്ത് അതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുമേ. നല്ലതുപോലെ മൂർച്ചയുള്ള കത്തിയാണ് ഞാൻ എടുത്തിരുന്നത്. എങ്കിൽ പോലും അത് വെച്ചിട്ട് പോലും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചുണ്ണാമ്പ് മാറ്റാനോ എടുക്കാൻ അങ്ങനെ ഒന്നും കംപ്ലീറ്റ് ഒന്നും മാറി കിട്ടും അങ്ങനെ ഒന്നുമില്ല. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ വെച്ച് കംപ്ലീറ്റും ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ച് തരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ മുറ്റത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ മീൻ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ എടുക്കാം. എങ്കിലും നമുക്കിത് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാനായിട്ട് ആരുമില്ല. മക്കൾ രണ്ടാളും പഠിക്കാൻ പോയി, സ്റ്റാൻഡൊന്നും ഇല്ല. അപ്പോൾ വീട്ടിനകത്താകുമ്പോഴത്തേക്ക് ഈ അടുക്കളയിൽ വെച്ചിട്ട് ഈ സിങ്കിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഫോൺ എനിക്ക് ഈ ഒരു സൈഡിൽ എനിക്ക് വയ്ക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോഴും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നല്ല വൃത്തിയായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. പിന്നെ നമ്മളെ മണിയനാണ് അവിടെ ഇരിക്കുന്ന, 2 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരാളാണ് അവിടെ ഇരിക്കുന്നത്, ഒരാൾ ഇവിടെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2 പേര് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടി ഇട്ട സമയത്ത് വീഡിയോ ഓണാക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൽ മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പുനീര്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞടപ്പിന് ഒരടപ്പ് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലാണ് ഞാൻ മസാലക്കൂട്ട് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കുന്നത്.
പിന്നെ നേരത്തെ നമ്മളൊരു മീൻ വറുത്തെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഷോർട്ട് വീഡിയോ. അതിൽ ഞാൻ പെരുംജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. പെരുംജീരകം ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മൾ സാധാ രീതിയിൽ ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ മസാല എല്ലാം പിടിപ്പിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ വാള മീൻ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഭാഗം ഉണ്ടല്ലോ, നടുക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുന്നത്. ആ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഒരു വാള മീനെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ വാല് ഭാഗത്തുള്ള കനം കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ കഴിക്കാനും കാണത്തില്ല, അത്ര ടേസ്റ്റോ കാര്യമോ അങ്ങനെ ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കുള്ള ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മസാലയും കറിവേപ്പിലയിലേക്ക് അതിൻ്റെ മണമൊക്കെ ഒന്ന് തങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടും. മീൻ വറുക്കുമ്പോൾ എപ്പോഴും അടച്ച് വെച്ചിട്ട് തന്നെ നമ്മളിതിനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കണം. പിന്നെ ഇതിനൊന്ന് ചുറ്റിച്ച് കൊടുത്ത്, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ചട്ടിയിൽ പെട്ടെന്ന് നല്ല വഴുക്കലും നല്ല എണ്ണയുടെയൊക്കെ ഇത് എപ്പോഴും നമ്മൾ മീൻ വറുക്കാൻ അല്ലെങ്കിൽ മുട്ട പൊരിക്കാനും മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ എടുക്കുന്നതിനെ കൊണ്ട് നല്ല വഴുക്കലുണ്ട്, നല്ല എളുപ്പമാണ് എനിക്ക് ഈ ഒരു ചട്ടി. പിന്നെ ആരോ ഇടയ്ക്ക് 1-2 പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു മൺചട്ടി നമുക്ക് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നു, മൺകലോ മൺചട്ടിയും വിൽക്കുന്ന അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇങ്ങനെ കൈപ്പിടിയുള്ളൊരു ചട്ടി വേണമെന്ന് പറയുമ്പോൾ അവരെടുത്ത് തരും. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മെസ്സേജ് കാണുന്നുണ്ട്, എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു. പനിയും ചുമയും ശ്വാസം മുട്ടൊക്കെ ആയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അപ്പോൾ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ അടുത്ത് ഒത്തിരി സ്നേഹം അറിയിക്കുവാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.